ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് എൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ദാറ്റ് ഈസ് നൺ അതർ ദാൻ മൈ മമ്മീജി. ആൻഡ് നമ്മളിപ്പം ഗുരുവായൂരിലോട്ട് ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോയ്ക്ക് വേറൊരു സ്പെഷ്യാലിറ്റിയും കൂടെ ഉണ്ട് ഗൈസ്. ദാറ്റ് ഈസ് ഈ വീഡിയോ ഏകദേശം ഷൂട്ട് ചെയ്തിട്ട് 1.5 മാസത്തിൽ കൂടുതലായി. അപ്പോൾ നമ്മൾ ഗുരുവായൂരെത്തിയിട്ടുണ്ട്. ഞാൻ ഒരു മുറിയിൽ ചേച്ചിയും കുറച്ച് മുറിയിൽ ഡാഡി വന്നിട്ടില്ല. അപ്പം ഈ വീഡിയോ നീ അപ്ലോഡ് ചെയ്യുന്നെങ്കിൽ നമ്മള് മമ്മി തിരിച്ചു പോയിട്ട് ബോളില്ല. മമ്മിയെ തിരക്കുന്ന ലൈവില് മമ്മി തിരക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇതാണ് മമ്മി പക്ഷേ ഇവിടെ ഡോണ്ടു മമ്മി ഉള്ളത് വീഡിയോ ഇടാൻ പാടില്ല. മമ്മി തിരിച്ച് UAE എത്തിയതിനു ശേഷം ബോളെടുത്ത്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് അടുത്ത പോയി ഫ്രഷ് ആയിട്ട് നമുക്ക് ഗുരുവായൂർ എന്നിട്ട് നമ്മള് വേറെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടൊന്നും പോകാനായിട്ടാ. ഓക്കെ ഗൈസ്, ബൈ. ഗൈസ്, ഇങ്ങനെ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. വെട്ടും മുമ്പുള്ള ഗായ്സ്, ഇതാണ് അമ്പലത്തിൽ പോകാനുള്ള ഔട്ട്ഫിറ്റ്. ആൻഡ് നമുക്ക് മമ്മിയുടെ ഔട്ട്ഫിറ്റും കൂടെ നോക്കാം ഗായ്സ്. മമ്മി ഇവിടെ ഫുൾ സെൽഫി എടുപ്പാണ്. ഫുൾ ഫിൽറ്ററിലാണ് ജീവിച്ചു പോകുന്നത് ഗൈസ്. അപ്പോൾ ഇതിന് ശേഷം കുളിച്ച് റെഡിയായി നമ്മളെല്ലാവരും കൂടെ അമ്പലത്തിലോട്ട് തന്നെ രാത്രി തിരിച്ചു. ഞാനും ചേച്ചിയും വലിയ ഇൻട്രസ്റ്റിൽ സാരി ഉടുത്തപ്പോൾ യങ്ങായി തോന്നിക്കാൻ വേണ്ടി മാത്രം എൻ്റെ മമ്മീജി ചുരിദാറിട്ട് അവിടെ ഷോ ആയിരുന്നു ഗൈസ്. സായിക്കുട്ടനാണെങ്കിൽ അറവായതിനു ശേഷം ഫസ്റ്റാണ് ഇത്രയും ക്രൗഡ് കാണും. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. പിന്നെ കണ്ണ് ഫുള്ള് അവിടുത്തെ ഷോപ്സിലൊക്കെ ആയിരുന്നു ഗൈസ്. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറി നിന്ന് വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ക്യൂട്ട്നെസ് ഇടാനും എൻ്റെ ചേട്ടൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഫൈനലി കുറേ നേരം പുറത്തു നിന്ന് കറങ്ങിയിട്ട് നമ്മളെല്ലാവരും അമ്പലത്തിൽ കയറി ഇറങ്ങിയതിന് ശേഷം സായിക്കുട്ടന് അമ്മാവന്മാരെ കണ്ടപ്പോൾ മാത്രം ഒരു പ്രത്യേക ആഗ്രഹം തോന്നി ഗൈസ്. ദാറ്റ് ഈസ് നടക്കണം. അങ്ങനെ ഏകദേശം 5 മിനിറ്റ് നടത്തത്തിനൊടുവിൽ അമ്മാവന് വിശക്കാൻ തുടങ്ങി ഗൈസ്. ആ വിശപ്പിൻ്റെ ഇടയിലും അവന് കളിപ്പാട്ടം വാങ്ങാതിരിക്കാൻ കഴിഞ്ഞില്ല ഗൈസ്. നമ്മള് പോയിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് ഗൈസ്. മമ്മി ഇവിടെ പോയിട്ട് തിരിച്ചു വന്നിട്ട് സെൽഫി എടുക്കുന്നു. ഹലോ ഗൈസ്, ഈ വ്ലോഗ് നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടിന്യൂ ആണ്. നമ്മളിപ്പോൾ അമ്പലത്തിൽ പോയിട്ട് തൊഴിലിട്ട് വന്നു. ഇനി നമുക്ക് നാളെ രാവിലെ വീണ്ടും പോകും. ഇതെല്ലാം പക്ഷെ നിങ്ങളുടെ കയ്യിലെത്തപ്പോഴേക്കും 1 മാസം കഴിഞ്ഞിട്ടുണ്ടാവും. ക്ഷമിക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക. ഓക്കെ ഗായ്സ്, അപ്പം നമ്മൾ നാളെ രാവിലെ കൊണ്ട് അമ്പലത്തിൽ പോകുന്നതായിരിക്കും. വേറെ ഔട്ട്ഫിറ്റ് ആയിരിക്കും. ബൈ ബൈ. ഹലോ ഗൈസ്, അപ്പം നമ്മൾ രാവിലെ തന്നെ അതിരാവിലെയാണ് കേട്ടോ എഴുന്നേറ്റ് അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വന്നത് ഭയങ്കര മഴയാണ് ഗൈസ്. ഇതാണ് ഇന്നത്തെ എൻ്റെയും മമ്മിയുടെയും ഔട്ട്ഫിറ്റ്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് പിന്നെ ഷോപ്പിങ്ങിനൊക്കെ പോകുന്നതായിരിക്കും. അപ്പോൾ ബൈ ഗൈസ്. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു തവണയും കൂടെ അമ്പല ദർശനം കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. നമ്മളെടുത്ത സ്റ്റേ നൈസായിരുന്നു കേസ്. അതായത് തൊട്ടടുത്തായിരുന്നു. വലിയ സൗകര്യങ്ങളില്ലെങ്കിലും പോയി വരാനും എളുപ്പമായിരുന്നു. എന്ത് പിടിച്ചില്ലേ? പിടിച്ചില്ലേ? ഗുരുവായൂർ പോയിട്ട് 5 ചട്ടം വിത്തരം വീഡിയോ മക്കളെ അച്ഛൻ്റെ ആലോ മുട്ടപ്പാപ്പൊന്ന് തിന്നണ്. അപ്പൊ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ ആനക്കൊട്ടിലോട്ട് പോയി. ഗുരുവായൂരിൽ വന്നവർ ആരും ഇവിടെ പോവാതെ തിരിച്ചു പോകത്തില്ല. സായിക്കുട്ടൻ്റെ ഫേവറേറ്റ് ആയിരുന്നു ഗൈസ് ആന. അവൻ ആന എന്ന് കേട്ടിട്ടുള്ളതല്ലാതെ ആദ്യമായിട്ടാണ് ആനയെ കാണുന്നത് നേരിട്ട്. ആൻഡ് ഹി വാസ് എൻജോയിങ് ദാറ്റ് വെരി മച്ച്. അങ്ങനെ അതോടുകൂടി നമ്മുടെ തൃശ്ശൂരിലെ കറക്കെല്ലാം തീർന്നു ഗൈസ്. പിന്നെ വീട്ടിലോട്ടായിരുന്നു. തിരിച്ചു വരാൻ നേരത്തെ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കാറിലിടാത്തതിനാൽ അമ്മ പിണങ്ങി. അങ്ങനെ ഫുൾ ട്രാജഡി ആയിരുന്നു ഗൈസ്. അങ്ങനെ ഇതോടുകൂടി എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഓക്കെ ബൈ.